കുഞ്ഞിപ്പോ ഇടയ്ക്ക് ട്രോളുന്നുണ്ട് നമ്മളെ. വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോ എന്ന് വെച്ചാല് ബൈക്കിലൊക്കെ യാത്ര ചെയ്യുമ്പോ ഹെൽമെറ്റ് ഇടണോ ഇടണ്ടേ? മഴ പെയ്തോണ്ടിരിക്കുമ്പോ പണിയെടുക്കുന്ന പണിക്കാരൻ ആത്മാർത്ഥ വേണം. ഇപ്പൊ എന്താ പറയണ്ടിട്ടാ? ഈ ഭാഗത്ത് ഫുള്ളും ഇതൊക്കെ വെള്ളം കയറേണ്ട സമയമായി. ഇവിടൊക്കെ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ശരി. പിന്നെ ആ കാറ് നമുക്കുള്ളതാണ്. അങ്ങനെ പറയണ്ട, പറഞ്ഞ കിട്ടില്ലാന്ന്. പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പണികൾ നടക്കുന്ന സമയത്ത് നല്ല അടിപൊളി മഴ കിട്ടുകയും ചെയ്ത്. മഴ കിട്ടിയപ്പോ പിന്നെ എന്താ പറയാ, കുറച്ച് പോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടാ. അപ്പോ അതിന്റെ ഇടയിൽ ഇതാ മഴ കുറച്ച് തോരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. പണി തുടങ്ങിയിട്ടുണ്ട് വീണ്ടും. നമ്മുടെ കുഞ്ഞിപ്പാറകളും ഉപ്പാറകളൊക്കെ കണ്ടില്ലേ, മഴയത്താണ്. ചെറിയൊരു ചാറ്റൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ഉമ്മാറുകൾ ഹെൽമെറ്റ് ഒക്കെ ഇട്ട് സുന്ദര കുട്ടപ്പനായിട്ട് നിൽക്കുന്നുണ്ട് അവിടെ. എവിടേക്ക് പോണമ്മാ? ഉമ്മല്ലേ, നമ്മളേ ഇവിടെ പോവാ, കുറച്ച് സാധനങ്ങൾ മേടിക്കണം മുല്ലശ്ശേരിക്ക്. അപ്പൊ അതിന് വേണ്ടിട്ട് പോവാന്ന്. അപ്പൊ എന്താ ഉപ്പ ഈ നമ്മളെ മഴയാണ് ചതിച്ച നമ്മളെ അല്ലേ. ഈ മഴക്കാലത്ത് നമ്മള് ഈ പണിയില്ലേ നടക്കില്ല ഒന്നാമത്. ഒരു കണക്കെ നോക്കുമ്പോ കുഞ്ഞിപ്പ എന്തൊക്കെ പറയണ്ടിട്ടാ. കുഞ്ഞിപ്പ ഇടയ്ക്ക് ട്രോളുന്നുണ്ട് നമ്മളെ. കുഞ്ഞിപ്പല്ലേ, എന്താണ് കുഞ്ഞിപ്പാടെ മറ്റെന്താ പറയാ വർക്ക്, എന്താ കുഞ്ഞിപ്പ യൂണിഫോം ഇട്ടാ? കുഞ്ഞിപ്പാടെ യൂണിഫോമാണ് ഇതൊക്കെ. ഇപ്പൊ പണികൾ നമ്മൾ പാർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതാ ഈ ഒരു പൂ കാര്യങ്ങളൊക്കെ അതാ ഉപ്പ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പൂവല്ല, അതിലാണ് ഈ ഹെഡില്ലേ, ഹെഡിൻ്റെത് കുഞ്ഞിപ്പ പണിതിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇന്ന് ഫുള്ളും പൊളിക്കലാണ് ഗൈസ്. എന്താ അതെ, മഴയാണ്, ഇടയ്ക്ക് മഴ വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പണി കഴിഞ്ഞാലാണ് ഇതിന്റെ ഫുൾ പരിപാടി നമുക്ക് കാണിച്ചു തരാം, ഫൈനൽ എന്താന്നുള്ള അവസ്ഥ. അതെ, മഴ പെയ്യണ കാരണം കുറച്ച് ബുദ്ധിമുട്ട് എന്താ വെച്ചാല് ഈ പണിത് മഴയത്ത് പോവെന്നുള്ളൊരു പേടിയാണ്. നമ്മൾ തൽക്കാലം ഷീറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഉമ്മയും അവനും കൂടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ബിദിനവും ഓണവും ഒക്കെ തന്നെയല്ലേ വരുന്നേ. അപ്പൊ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള സാധനം വാങ്ങിക്കാൻ വേണ്ടിട്ട് അവര് മുല്ലയ്ക്ക് പോകണം. മുല്ലയ്ക്ക് പറ്റാം മഴയുണ്ടെന്നാലും അടച്ചിട്ടിക്ക പണിക്ക് വേണ്ടി അടച്ചിട്ടിക്ക അല്ലേ. ഈ സൈഡ് പറഞ്ഞായി. എന്തോ അവർകൾ എന്തോ പറയുന്നുണ്ട്. പറയൂ ഗൈസ്, അവിടെ കൂടുന്നു. നല്ല മഴ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹലോ, ഇവിടെ ഉമ്മാക്ക് ഡിമാൻഡ് കൂടും കേട്ടാ. ഉമ്മാക്ക് നല്ല ഡിമാൻഡ് കൂടും. എന്താ വെച്ചാൽ എന്താ ഡിമാൻഡ് കൂടാൻ കാരണം വെച്ച് കഴിഞ്ഞാല് തലയിൽ ഹെൽമെറ്റ് ഇട്ടുണ്ടല്ലോ, അപ്പൊ ഡിമാൻഡ് കൂടും. കെട്ടെടുത്ത് വെച്ച പോലെ എനിക്ക് ദേഷ്യം ഇവരാണെങ്കിൽ ഹെൽമെറ്റ് വെക്കാണ്ട് പുറത്ത് പോകാൻ പറ്റൂല. അത് നിങ്ങൾ പറഞ്ഞട്ടാ. നമ്മള് വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോ എന്ന് വെച്ചാല് ബൈക്കിലൊക്കെ യാത്ര ചെയ്യുമ്പോ ഹെൽമെറ്റ് ഇടണോ ഇടണ്ടേ? സേഫ്റ്റിക്ക് വേണ്ടിട്ടാണ് പറയണത് ഇടാന്. ഇവിടേക്ക് എവിടെ പോവാണെങ്കിലും, എവിടെ പോവാണ് 500 രൂപ ഒന്ന് പേടിച്ചിട്ടല്ല, സേഫ്റ്റിക്ക് വേണ്ടിട്ടാണ്. അതൊക്കെ ഉണ്ടാവും നമ്മുടെ കയ്യിനും കാലിനല്ല എന്തെങ്കിലും ഉണ്ടാവും. അങ്ങനെ അപ്പൊ മഴ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിലത്തെ പണികളും ചെറുങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് എന്തായാലും ഫുൾ വീഡിയോ അതിന്റെ എല്ലാ എറ്റ് പണി കഴിഞ്ഞിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യൂട്ടാ. മഴ കൂടി നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ഫസീൽ ടവറുകൾ നടന്നു വരുന്നുണ്ട് കുട പിടിച്ചിട്ട്. ഇപ്പൊ ഇതിന്റെ വാക്ക് പറയണ്ടോ? മഴ പെയ്തോണ്ടിരിക്കുമ്പോ പണിയെടുക്കുന്ന പണിക്കാരൻ ആത്മാർത്ഥ വേണം. അതെ, മഴക്കാലത്ത് കുഞ്ഞിപ്പാടെ നമ്പർ താഴെ കൊടുക്കാം. മഴ കൊള്ളണം, എന്റെ പണി പോരുത്, ഞാൻ നാശായാലും. മറ്റേ മലപ്പുറത്ത് മറ്റേ ഓൾറൗണ്ടർ ഉണ്ടല്ലോ, മലപ്പുറത്തുകാരില് മറ്റേ ഓൾറൗണ്ടർ ഉണ്ടല്ലോ, അവന്റെ പോലെ തൃശ്ശൂരില് ഓൾറൗണ്ടർ കുഞ്ഞിപ്പ. അതെ, മഴയത്ത് പണിയെടുക്കുന്ന ഒരേ ഒരു വ്യക്തി കേരളത്തിൽ ഓൾറൗണ്ടർ ആണ് അല്ലേ. ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഇല്ല, ഓൾ കേരള ചെയ്തിരുന്നു. ഡിമാൻഡ് ഉണ്ട് കേട്ടാ. തൃശ്ശൂർ ജില്ലയുടെ വരില്ലാണ്. പിന്നെ അവിടെ മഴ കൂടി. ഇന്നലെ മഴയേ ഇല്ല, 5:30 ശേഷം മഴ പെയ്തു. ഇന്ന് 11 മണിയായി, 11:30 ഇന്ന് മഴ പെയ്തു. കാര്യമില്ല, നല്ല കളർ വരുന്നുണ്ട്.
കളർ വരുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ മഴ കണ്ട, മഴ പെയ്തോണ്ടിരിക്കണ്ട. അതെ. ഇപ്പൊ എന്താ പറയുള്ളൂ ഇപ്പൊ? എനിക്കൊന്നും പറയാനില്ല. ഞങ്ങളെ പണിക്കാർ അങ്ങനത്തെ അവസ്ഥയില്ലേ, അതന്നെ പറയാനുള്ളത്. ഞാൻ മാത്രല്ല, എല്ലാ തേപ്പ് പണിക്കാരും ഇങ്ങനെയാ. അവനവൻ നാശമായാലും ശരി, അവനവന്റെ പണി നാശം അവരും തീരുമാനിക്കുന്ന ആൾക്കാരാണ് തേപ്പ് പണിക്കാർ. അതെ അതെ കണ്ടാ. ഞങ്ങൾ നനഞ്ഞാല് ഞങ്ങളെ പണി പോകരുത്. അതെ അതെ, അതാണ് ചില പണിയോടുള്ള സ്നേഹമാണ് കേട്ടാ പ്രകടിപ്പിക്കണത്. തേപ്പ് പണിക്കാർ അത് മാത്രമേ ആഗ്രഹിക്കുള്ളൂ. അതെ. അപ്പൊ നമ്മുടെ ഇതുപോലെ എന്താ പറയാ, തേപ്പണിയാണെങ്കിലും പെയിന്റിങ് ആണെങ്കിലും ഏതൊരു പണിയാണെങ്കിലും അതിന്റെ ഒരു ആത്മാർത്ഥത കാണിക്കണല്ലോ അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും കുഞ്ഞിപ്പ പറഞ്ഞാൽ നമ്മൾ യോജിക്കുന്നുണ്ട് കേട്ടാ. അതാ ചോദിച്ചത്. ഇതെന്താ സംഭവം എന്ന് വെച്ചാല് നമ്മളെ ഒരു ഇങ്ങനത്തെ ഒരു സാധനമാണ് ഉദ്ദേശിച്ചത്. പിന്നെ നമുക്ക് ഇങ്ങനെ ആക്കാന്ന് ചെടികളൊക്കെ വെച്ചിട്ടേ, നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ വെച്ചിട്ട് ഈ 2 തലയിലും വെക്കാനുള്ള പ്ലാനിങ്ങിലായപ്പോ കുഞ്ഞിപ്പോ ഇങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അതില് പ്രോട്ടീൻ മിക്സ് ഒക്കെ ആക്കിയിട്ട് നമ്മളതില് ചെടി വെക്കും, നല്ല ഭംഗിയുള്ള ചെടി. അതിന്റെ കാണിച്ചു തരാം കേട്ടാ. ഫൈനൽ ലുക്ക് ഒക്കെ നമ്മള് എന്തായാലും ഇടുക അല്ലേ? ചെടിയൊക്കെ വെച്ച് ഇതിന്റെ മേലൊക്കെ കയറ്റി വെച്ച് അതിന്റെ മേലെ പിന്നെ തേപ്പൊക്കെ വരും, നല്ല ഭംഗി ഉണ്ടാവും. കാണാം, നമുക്ക് കാണാം. അപ്പൊ എന്തായാലും മഴയത്ത് പണികൾ നടക്കട്ടെ. കുഞ്ഞിപ്പ എന്തായാലും ഈ പണി കഴിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആത്മാർത്ഥമാണ് കേട്ടാ. എന്നാലും പണി കഴിയട്ടെ. നമ്മുടെ താറാവമ്മനാണെന്നല്ലോ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. അപ്പൊ മഴയാണ്. അപ്പൊ ഇനിയിപ്പോ തീരുമാനമാവും. ഇപ്പൊ മുല്ലശ്ശേരിക്ക് പോകാനുള്ള പ്ലാനിങ് ആയിരുന്നു സാധനം മേടിക്കാൻ. ഇങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞാൽ വണ്ടിയിൽ പോകാൻ ബുദ്ധിമുട്ടാവും. കോട്ടിട്ട് പോയാലോ? കോട്ടിട്ട് പോയാലോ? കോട്ടിട്ട് പോയാലോ? എന്താ ശരി, മോളെ കൈ പിടിക്കാൻ പിടിച്ച് അവിടെ കൊണ്ടുപോയി ഊരി അവിടെ വെക്കാനാണ്. കോട്ട് ഈ കോട്ടുതാ, ഈ കൂട്ടുണ്ടാ, ഈ കാണുന്ന കോട്ട് ഇതിട്ടിട്ട് പോയാലോ പതുക്കെ അല്ലേ? മഴ ഉണ്ട്, മഴ പെയ്യുന്നുണ്ടാ നോക്കിയേ. മഴ ചാറ്റിൽ മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട്. അല്ലേ? കോട്ടൊരു പതുക്കെ പോവാ, അല്ലെങ്കിൽ ഇതാവും. അതെ. അപ്പൊ എന്തായാലും വെച്ചാലേ ഇതൊക്കെയാ നമ്മുടെ വിശേഷങ്ങൾ കേട്ടാ. അപ്പൊ ഫുള്ള് നമ്മുടെ മതിൽപ്പണിയുടെ A to Z ഉള്ള കാര്യങ്ങളൊക്കെ നമ്മള് ഇൻഷാ അല്ലാ നമ്മള് എല്ലാം കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ഒക്കെ നമുക്ക് എന്തായാലും ചെയ്യുന്നുണ്ട് കേട്ടാ. ഫൈനൽ സ്റ്റേജ് എന്ന് വെച്ചാല് ഫൈനൽ A to Z പെയിന്റ് ഒക്കെ അടിച്ച് സുന്ദര കുട്ടപ്പനായിട്ടുള്ള പരിപാടിയൊക്കെ നമുക്ക് എന്തായാലും കാണാം കേട്ടാ. അപ്പോ ഇതെന്തിനാ വെറുതെ ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു എന്താ പറയാ, നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറെ ഫാമിലീസ് ഒക്കെ ഉണ്ട്. അപ്പൊ അവരെ മുമ്പിൽ നമ്മുടെ വിശേഷങ്ങളും നമ്മൾ അറിയിക്കാൻ കേട്ടാ. ഓക്കെ. അപ്പോ ഇൻഷാ അല്ലാ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോസുകള്. അപ്പൊ ഇല്ലമാ എന്താ മിണ്ടാത്ത? ഇപ്പൊ എന്താ പറയണ്ടാ? അല്ല സഖാവെ ഒരു ബീഡി ഉണ്ടോ തീപ്പെട്ടി എടുക്കാന്ന് അല്ലെ? ഒരു ബീഡി ഉണ്ടോ തീപ്പെട്ടി എടുക്കാന്നാ? അതെ, അതെ. ബീഡിയില്ല, തീപ്പെട്ടിയില്ല, സഖാവെ ഒരു കാട്ടിയ ഡയലോഗ് അടിക്കണ്ട് ഇപ്പൊ. അപ്പൊ അങ്ങനെ അപ്പൊ എന്തായാലും പോയിട്ട് പരിപാടി എല്ലാം സാധനങ്ങൾ മേടിച്ചിട്ട് തരാം. ഈ കാണുന്നതാണ് നമ്മുടെ എലവത്തൂര് പാലട്ടാ. കണ്ടോ, നമ്മുടെ എലവത്തൂര് പാലം കണ്ട, നമ്മുടെ എലവത്തൂര് പാലം, എലവത്തൂര് കനാല്. ഇവിടെ കണ്ട നല്ല ഒഴുക്കുണ്ട്, അടി ഒഴുക്കുണ്ട് ഇട്ടാണ്ടാ, നല്ല അടി ഒഴുക്കാ. അതെ. ആദ്യമൊക്കെ അവിടെ ആ ഭാഗത്ത് നിന്ന് കുളിച്ചേരുന്നത് അലക്കായിരുന്നു. സോറി, അലക്കിയതും കുളിച്ച ആണുങ്ങളൊക്കെ അവിടെ കുളിക്കും, പെണ്ണുങ്ങളൊക്കെ അലക്കാനൊക്കെ വന്നിരുന്നു അവിടെ കേട്ടോ, ആ ഭാഗത്തിട്ട്. അതെ അതെ. ഇപ്പൊ വെള്ളം വെച്ചാലേ ഇപ്പൊ സംബന്ധിച്ചാൽ നമ്മുടെ ഈ ഭാഗം ഉണ്ടോ, ഈ ഭാഗത്ത് ഫുള്ളും ഇതൊക്കെ വെള്ളം കയറേണ്ട സമയമായി. ഇവിടൊക്കെ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മഴ പെയ്ത് ഇവിടൊക്കെ ഫുള്ള് വെള്ളമാവും. ഈ ഭാഗം ഫുള്ള് വെള്ളപ്പൊക്കം ആവേണ്ടതാ. പക്ഷെ ഇപ്രാവശ്യം വെള്ളം കയറില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്രാവശ്യം അല്ല, 2015 ശേഷം വെള്ളം കയറില്ല. കാരണം അമ്മാതിരി സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ നോർമലി നമുക്ക് ഇപ്പൊ ഒന്നും കൂടി നമ്മുടെ കനാലില്ലേ, ഈ കനാല് കാണുന്നൊക്കെ ഫുള്ളും JCB എടുത്തിട്ട് ഫുള്ള് ചെടികളൊക്കെ മൊത്തം വാരിട്ടുകൊണ്ട് എത്ര വെള്ളം ഉണ്ടെങ്കിലും പോലും നമുക്ക് ബാധിക്കില്ല. 2015 ശേഷം നമ്മള് ഫുള്ള് ഇവിടെ ഒക്കെ യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്രാവശ്യം തോടും കൂടി ഇടയ്ക്കിടയ്ക്ക് അവർ വൃത്തിയാക്കുന്നുണ്ട്, ഈ കനാലൊക്കെ വൃത്തിയാക്കുന്നുണ്ട്. നമുക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാട്ടാ.
അപ്പൊ നമ്മുടെ ഈ നാട്ടിലൊക്കെ വെള്ളപ്പൊക്കം ആവേണ്ട സമയം കഴിഞ്ഞപ്പോഴോ വെള്ളപ്പൊക്കം ആവേണ്ട സമയം കഴിഞ്ഞു ഇവിടെ. പക്ഷെ ഈ ഒരു സിറ്റുവേഷനൊക്കെ നമ്മുടെ സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സംഭവം ഉഷാറായി. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചത് ഇപ്പം എത്തിയിട്ടുള്ളൂ കേട്ടോ. ഓ ദമ്മതാ ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങുന്ന സീനാണ് കുറച്ചിട്ടാ. പണിതാ താറാമാമുണ്ട്. ഓട്ടോറിക്ഷയിലെത്തി. ഏയ് സാധനം വന്നിട്ടുണ്ട്. എപ്പോഴും വണ്ടിയില് ബൈക്കിലൊക്കെ കൊണ്ടുവരുന്ന ഭയങ്കര ബുദ്ധിമുട്ടാ. എന്താ വെച്ചാല് അമ്മ വണ്ടിയില് കൊണ്ടുവരുമ്പോഴേ വാ വണ്ടിയില് കൊണ്ടുവരുമ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചാല് കഴിഞ്ഞ വണ്ടിയില് കൊണ്ടുവരുമ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചാല് ബൈക്കിൽ അങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല. ഓട്ടോറിക്ഷക്കാരൻ ചേട്ടനെ പറഞ്ഞേക്കാം. അങ്ങനെ നമ്മള് അക്കടയിൽ പോയിട്ട് എത്തി. സാധനങ്ങളൊക്കെ മേടിച്ച് കണ്ടില്ലേ, സാധനങ്ങളൊക്കെ മേടിച്ച് സെറ്റപ്പ് ആയിട്ടാ. അതെ, ഇതിനിടയിൽ നമുക്ക് വെച്ചാൽ ഇപ്പൊ സാധനം പർച്ചേസ് ചെയ്തപ്പോ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് മറ്റേ കണ്ടില്ലേ കൂപ്പൺ കോഡ്. നമ്മൾ പർച്ചേസ് ചെയ്തതനുസരിച്ചിട്ട് ഇത് ഒരു ലക്കാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ നമ്മൾ ഒരുപാട് എടുത്തു വെച്ചു, നമുക്ക് കിട്ടിയില്ല. ബുള്ളറ്റ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. കാറാ അത് ജനുവരിയാ. ജനുവരിയിലാ? അത് വാർഷികത്തിന്റെയാ, ഓണത്തിന്റെ അല്ല വാർഷികം. ഇത് വാർഷിക. ശരി, എന്നാ പിന്നെ ആ കാറ് നമുക്കുള്ളതാണ്. അങ്ങനെ പറയണ്ട, പറഞ്ഞ കിട്ടില്ലാന്ന്. കഴിഞ്ഞ പ്രാവശ്യം ബുള്ളറ്റ് പറഞ്ഞത് അത് കിട്ടില്ലാന്ന്. അർഹതപ്പെട്ട കിട്ടിണ്ടാവും. പോലീസുകാരെ കിട്ടിയ അപ്പൊ എന്തായാലും നമ്മുടെ പോലെ പാവങ്ങളില്ലേ, നമ്മുടെ പോലെ പാവങ്ങളില്ലേന്ന്. അർഹതപ്പെട്ടവർക്ക് കിട്ടും, അത്രേ ഉള്ളൂ. എന്നിട്ടാ അല്ല അത് കൊറേ ഇതാണ്ടാവും എഴുതിട്ടില്ല. ഇവിടെ കൊറേ കഴിഞ്ഞ പ്രാവശ്യം എഴുതിയില്ലാത്ത കൊറേ ഇവിടെ കിടക്കുന്നു. അറിയില്ല. പോലീസുകാരിലും പാവപ്പെട്ടവരുണ്ട്. അവരും അട്ടി കിടക്കുന്നുണ്ട് അവിടെ. മടക്ക് ചേരും പോലീസുകാർ വലിയ മറ്റേ പണക്കാരെന്ന് വെച്ചാലും അവരിതുപോലെ പഠിച്ച് റാങ്കൊക്കെ കിട്ടി അങ്ങനെ ഉള്ളവരാണ്. അവരും പാവപ്പെട്ട കുടുംബത്തിൽ പെട്ടുള്ള ആൾക്കാർ കുറെ പേരുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഏറെക്കുറെ ഇന്നത്തെ പർച്ചേസിങ് കഴിഞ്ഞു. ഇനി നബിദിനം വരുന്നു, ഓണം വരുന്നു, എന്നുള്ള സാധനങ്ങളൊക്കെ ആയി. പച്ചക്കറി എന്തായാലും ആ സമയത്ത് വാങ്ങിക്കണം. നമ്മടെ ഈ പൂച്ചക്ക് രണ്ടുപേർക്ക് ഈ പടി കേട്ടാ. ഈ പടി ആൾക്കണ്ട, ആൾക്ക് എന്താ പറയാ, രാജകീയാണ് ആൾക്ക്. കണ്ടില്ലേ, ആൾക്ക് ഇവിടെ റൂമില് വീട്ടിൽ എവിടെ വേണമെങ്കിലും ഇറങ്ങാം. കണ്ടാ, ആൾക്ക് എവിടെ വേണമെങ്കിലും ഇറങ്ങാം. പക്ഷെ ഈ പറ്റുകൾക്ക് ഈ പടിക്കപ്പുറം. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അല്ലേ അമ്മ? അപ്പൊ പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പൊ പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ കേട്ടാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ഫുള്ള് പണിയെല്ലാം നമുക്ക് അതിന്റെ പരിപാടിയെല്ലാം നടക്കുന്നുണ്ട്. നല്ല വെയിലുണ്ട്. ഭക്ഷണം കഴിക്കാൻ പോയി കുഞ്ഞിപ്പ വരും. 2 മണിക്ക് കഴിഞ്ഞ് വരും. ഞാൻ വീണ്ടും തുടങ്ങും. അതെ, എല്ലാ പണിയും അതെ, അടുത്ത വിശേഷങ്ങൾ. അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഷെയറും ചെയ്യാം. അപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ.